മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം നാം വായിക്കുമ്പോൾ ബാബേൽ ഗോപുരം, ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിഴക്ക് നിന്ന് വന്നവർ ഷീനാറിൽ ഒരു സമതല പ്രദേശം കണ്ടെത്തി അവിടെ പാർപ്പുറപ്പിച്ചു. നമുക്ക് ഇഷ്ടികയുണ്ടാക്കി ചുട്ടെടുക്കാം എന്ന് അവർ പറഞ്ഞു. അങ്ങനെ കല്ലിന് പകരം ഇഷ്ടികയും കുമ്മായത്തിന് പകരം കളിമണ്ണും അവർ ഉപയോഗിച്ചു. അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് ഒരു പട്ടണവും ആകാശം മുട്ടുന്ന ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം, അല്ലെങ്കിൽ നാം ഭൂമുഖമാകെ ചിന്നിച്ചിതറിപ്പോവും. മനുഷ്യർ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു. അവിടെ നിന്ന് പറഞ്ഞു, അവരിപ്പോൾ ഒരു ജനതയാണ്, അവർക്ക് ഒരു ഭാഷയും. അവർ ചെയ്യാനിരിക്കുന്നതിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ. ചെയ്യാൻ ഒരുമ്പെടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കില്ല. നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം. കർത്താവ് ഉചിതമായ പ്രവർത്തനങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ. കർത്താവിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളെ നിയന്ത്രിക്കാൻ സൃഷ്ടാവായ ദൈവത്തിന് സാധ്യമാണ് എന്ന സത്യമാണ് നാം മനസ്സിലാക്കുന്നത്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വത്തിന് പകരം ഞാൻ തന്നെ എന്ന് ചിന്തിക്കുന്നതായ അവസ്ഥയിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യൻ കർത്താവിൻ്റെ കോപത്തിന് ഇരയാകും. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിൽ സംഭവിച്ചിട്ടുള്ള അഹങ്കാരത്തിനും തെറ്റുകൾക്കും നാം മാപ്പപേക്ഷിച്ചുകൊണ്ട് കർത്താവുമായി രമ്യപ്പെട്ട് ജീവിക്കാനുള്ള കൃപാവരങ്ങൾക്കായിട്ട് നാം പ്രാർത്ഥിക്കുക, ഒരുങ്ങുക. അതിനുള്ള കൃപാവരം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രദർ തോമസ് ജോർജ് പാണശ്ശേരി.